രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പീഡന പരാതി നൽകിയ യുവതി വിദേശത്ത് നിന്ന് തലസ്ഥാനത്തെത്തിയെന്ന് സൂചന. നാളെ മജിസ്ട്രേറ്റിന് മുന്നിൽ രഹസ്യമൊഴി നൽകിയേക്കും. SITയുടെ സംരക്ഷണത്തിലാണ് അതിജീവിത ഇപ്പോഴുള്ളതെന്നും സൂചന. SITയുടെ നിർണായകമായ ഒരു നീക്കം നടക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്ന് ഈ കേസിൽ കസ്റ്റഡി അപേക്ഷയുമായി പോലീസ് കോടതിയെ സമീപിച്ചിരുന്നില്ല. നാളെയായിരിക്കും കസ്റ്റഡി അപേക്ഷയുമായി സമീപിക്കുന്നതെന്നാണ് സൂചന. അതിനു മുൻപ് ഈ പരാതി നൽകിയ യുവതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ കഴിയുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, എന്താണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ? ഇമെയിൽ സന്ദേശത്തിലൂടെ ലഭിച്ച ഒരു പരാതിയിൽ തിടുക്കത്തിൽ അറസ്റ്റിലേക്ക് കടക്കേണ്ടിയിരുന്നതുണ്ടോ എന്ന വിമർശനം പല കോണുകളിൽ നിന്ന് ഉയരുന്നതിനിടയിലാണ് SITയുടെ നിർണായകമായൊരു നീക്കം ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത് എന്നാണ് വിവരം. അതായത് യുവതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയാൽ മാത്രമേ ഈ പരാതിക്ക് നിയമസാധുത കൈവരികയുള്ളൂ. മാത്രവുമല്ല, നാളെ പ്രോസിക്യൂഷൻ കൃത്യമായി കോടതിയിൽ ഇക്കാര്യങ്ങൾ തിരുവല്ല കോടതിയിൽ ഇക്കാര്യങ്ങൾ അവതരിപ്പിക്കാനിരിക്കുകയാണ്. കസ്റ്റഡി അപേക്ഷ പോലീസ് നാളെ കോടതി നൽകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അവിടെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിനായി ശക്തമായ വാദമുഖങ്ങൾ കോടതിയിൽ മുമ്പോട്ട് വെക്കേണ്ടത് പ്രോസിക്യൂഷന്റെ ഒരു അനിവാര്യത കൂടിയാണ്. അതിനിടയിലാണ് വളരെ സുപ്രധാനമായ ഒരു നീക്കം ഇപ്പോൾ SITയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അതീവ രഹസ്യമായാണ് ഇവരുടെ 164 സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഈ യുവതിയെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള നീക്കം SIT നടത്തിയതെന്നാണ് വിവരം. അങ്ങനെയെങ്കിൽ അതീവ രഹസ്യമായി നാളെ ഈ രഹസ്യമൊഴി മജിസ്ട്രേറ്റിന് മുമ്പിൽ കൈമാറുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് SIT നടത്തിക്കൊണ്ടിരിക്കുന്നത്. അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന AIG G പൂങ്കുഴലി തന്നെയാണ് ഈ യുവതിയുടെ സുരക്ഷാ കാര്യങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. SITയുടെ സംരക്ഷണത്തിലാണ് യുവതി കഴിയുന്നത് എന്നാണ് വിവരം. അങ്ങനെയെങ്കിൽ വൈകാതെ തന്നെ അവർക്ക് കൃത്യമായി ഈ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ പ്രോസിക്യൂഷനും അന്വേഷണ സംഘവും ചേർന്ന് ഒരുക്കി നൽകും. വൈകാതെ തന്നെ ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുള്ള ഒരു നീക്കമാണ് SIT നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പരമാവധി തെളിവുകൾ ശേഖരിക്കാനുള്ള ഒരു നീക്കം നേരത്തെ തന്നെ രാഹുൽ അറസ്റ്റിലാകുന്നതിന് മുമ്പ് തന്നെ അന്വേഷണ സംഘം ആരംഭിച്ചിരുന്നു. അങ്ങനെയെങ്കിൽ ഈ 164 സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടി എത്തിയാൽ ആ പരാതിക്ക് ഒരു നിയമസാധുത കൈവരികയും അത് കൃത്യമായി പ്രോസിക്യൂഷന് കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് സാധൂകരിക്കുന്ന തെളിവുകളായി അവതരിപ്പിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ് SIT ഇപ്പോഴുള്ളത്. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കമായിരിക്കും ഇപ്പോൾ SITയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. SITയുടെ സംരക്ഷണയിൽ ഈ യുവതി ഉണ്ട് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഈ യുവതിയുടെ മൊഴി നേരിട്ട് രേഖപ്പെടുത്തുക, രഹസ്യമൊഴി രേഖപ്പെടുത്തുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഡാൻ, ഇന്നിപ്പോൾ പോലീസിലൊക്കെ മുൻപ് ജോലി ചെയ്തിരുന്ന ചില പ്രമുഖർ പോലും ഈ കേസിൽ നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്ന രീതിയിലൊക്കെയുള്ള അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ എഴുതി കണ്ടു. അത്തരം വ്യാഖ്യാനങ്ങളൊക്കെ വളരെ സജീവമാണ്. അപ്പോൾ ഈ രഹസ്യമൊഴി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഇമെയിൽ വഴി ആണ് ഈ പരാതി ലഭിച്ചിട്ടുള്ളത് എന്ന സാഹചര്യത്തിൽ, പെട്ടെന്ന് തന്നെ അറസ്റ്റിലേക്കും പോയ സാഹചര്യത്തിൽ, അതുകൊണ്ട് തന്നെ SIT ഈ നീക്കം ഇത്രയും പെട്ടെന്ന് അറസ്റ്റ്, അതിന് തൊട്ടു പിന്നാലെ രഹസ്യമൊഴി, SIT എങ്ങനെയാണ് ഈ കേസിൽ മുൻപ് സംഭവിച്ചിട്ടുള്ള അവരുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഈ വിവരങ്ങൾ ചോർന്നു പോയതിനെ തുടർന്ന് ഒളിവിൽ പോകുന്ന സാഹചര്യം ഇങ്ങനെയൊക്കെ ഒഴിവാക്കാൻ പരമാവധി ഈ കേസിൽ ശ്രമിച്ചിട്ടുണ്ട് എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് രഹസ്യമൊഴി കൂടി രേഖപ്പെടുത്തിയതിനു ശേഷം മാത്രം കസ്റ്റഡിയിൽ എടുക്കുന്നതടക്കമുള്ള തുടർ നീക്കങ്ങളിലേക്ക് കടന്നാൽ മതിയെന്നൊരു വിലയിരുത്തലായിരുന്നു SIT. പക്ഷേ അതിനിടയിലാണ് യുവതി മുഖ്യമന്ത്രിക്ക് ഒരു ശബ്ദ സന്ദേശം കൈമാറുന്ന സാഹചര്യം ഉണ്ടായത്. അതായത് തനിക്കും കുടുംബത്തിനും നേരെ ഈ പരാതിയുമായി മുമ്പോട്ട് പോയാൽ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന രാഹുലിന്റെ സന്ദേശങ്ങൾ യുവതിയെ വലിയ തരത്തിൽ മാനസികമായി സമ്മർദ്ദത്തിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ FIR രജിസ്റ്റർ ചെയ്തതിനു ശേഷം രഹസ്യമൊഴി നൽകുന്നതുവരെ കാത്തിരിക്കാനുള്ള ഒരു സാഹചര്യം, അതായത് ഏതെങ്കിലും തരത്തിൽ ആ വിവരങ്ങൾ FIR രജിസ്റ്റർ ചെയ്യപ്പെട്ട വിവരം രാഹുൽ അറിഞ്ഞാൽ അത്
തന്റെ ജീവൻ അപകടത്തിലാകുന്ന തരത്തിലേക്ക് മാറും എന്ന ഭീതിയാണ് അവർ മുഖ്യമന്ത്രിക്ക് ശബ്ദ സന്ദേശത്തിലൂടെ പങ്കുവച്ചത്. അതിന് പിന്നാലെയാണ് അടിയന്തരമായ നടപടിയിലേക്ക് കടക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിർദ്ദേശം സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറുന്നത്. അങ്ങനെയാണ് ചുരുക്കം ചില സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ മാത്രം അറിഞ്ഞ നീക്കത്തിലൂടെ പാലക്കാട്ടെ ഹോട്ടലിൽ നിന്ന് രാഹുൽ മങ്കൂട്ടത്തിനെ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിൽ കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്ന വേളയിൽ പ്രോസിക്യൂഷൻ വാദമുഖങ്ങൾ ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായി അതിനെ എതിർത്തുകൊണ്ട് പ്രതിഭാഗം മുമ്പോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിദേശത്തിരുന്ന് ഇമെയിൽ സന്ദേശത്തിലൂടെ ഒരാൾ ഒരു പരാതി നൽകുമ്പോൾ അതിന്റെ ആധികാരികത എങ്ങനെ ഉറപ്പുവരുത്തിയതിനു ശേഷമാണ്, അത് എങ്ങനെ വിശ്വാസയോഗ്യമെന്ന് മനസ്സിലാക്കിയതിനു ശേഷമാണ് അതിൽ ഇങ്ങനെ ഒരു തിടുക്കത്തിലുള്ള നീക്കത്തിലേക്ക് കടന്നതെന്നായിരിക്കും. അതായത് പോലീസ് പകവീട്ടുകയായിരുന്നു രാഹുലിനോട് എന്ന ഒരു വാദമുഖം പ്രതിഭാഗം ഉന്നയിക്കാനുള്ള സാധ്യത ഏറെയാണ്. കാരണം ആദ്യ 2 കേസുകളിൽ രാഹുലിന്റെ അറസ്റ്റ് തടയപ്പെടുകയും ഒളിവിൽ പോവുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ പോലീസിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പഴുതടച്ച രീതിയിൽ ഈ 3ാമത്തെ കേസിൽ FIR രജിസ്റ്റർ ചെയ്യുകയും തെളിവുകൾ ശേഖരിക്കുകയും രാഹുലിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്യുന്ന നിർണായകമായ ഒരു തീരുമാനം SITയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അങ്ങനെയെങ്കിൽ ഈ കേസിൽ കോടതിയിൽ ഒരു തിരിച്ചടി ഉണ്ടാകാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ എന്ന് വേണം കരുതാൻ. അങ്ങനെയാണ് എത്രയും പെട്ടെന്ന് തന്നെ, അതായത് കോടതി ഈ കേസ് പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ ഈ രഹസ്യമൊഴി കൂടി രേഖപ്പെടുത്താനുള്ള ഒരു നീക്കത്തിലേക്ക് SIT എത്തിയത്. അതിന്റെ ഭാഗമായാണ് യുവതിയുടെ രഹസ്യമൊഴി അടുത്ത ദിവസം തന്നെ മജിസ്ട്രേറ്റിന് മുമ്പാകെ രേഖപ്പെടുത്താനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ SITയുടെ ഇടപെടലിൽ ഉണ്ടായിരിക്കുന്നതെന്നാണ് വിവരം. അങ്ങനെയെങ്കിൽ നാളെ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുമെന്ന സൂചനയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നത്. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയുടെ